ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ അരിത്മെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 13-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി സ്മോൾ സ്ക്വയർസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലാർജ് സ്ക്വയർസ്. മൂന്നാമത്തെ പാർട്ട് ഹൗ മെനി സ്ക്വയർസ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഫിഗർ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സ്മോൾ സ്ക്വയർസ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സീക്വൻസ് ആയിട്ട് എഴുതണം. അപ്പം ഞാൻ ഇവിടെ ഡോട്ട് ഇട്ട് കാണിക്കാം. ഇതൊരു സ്മോൾ സ്ക്വയർ ആണ്, ഇത് രണ്ടാമത്തെ സ്മോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തേത് ആൻസർ എന്ന് പറയുന്നത് 2. പിന്നെ ഇവിടെ എത്ര സ്മോൾ സ്ക്വയർസ് വരും? 1 2 3 4. അപ്പോൾ ആൻസർ 4. ഇവിടെ 1 2 3 4 5 6. ഇനി അടുത്തത് 1 2 3 4 5 6 7 8 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്, എക്സെട്ര. ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് ആണ്. ഇവിടെ ലാർജ് സ്ക്വയർ വരുന്നില്ല, അപ്പോൾ ആൻസർ 0. ഇവിടെ ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 4ഉം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ലാർജ് സ്ക്വയറേ ഉള്ളൂ, 1. ഇനി ഇവിടെ നോക്കിക്കേ, ഈ 4 എണ്ണം കൂട്ടി ഒരു ലാർജ് സ്ക്വയർ, ഈ 4 എണ്ണം കൂട്ടി ഒരു ലാർജ് സ്ക്വയർ, ഇത് 4ഉം കൂടെ കൂട്ടി വേറൊരു ലാർജ് സ്ക്വയർ. അപ്പോൾ 2 ലാർജ് സ്ക്വയേഴ്സേ വരുന്നുള്ളൂ. ഇനി ഇവിടെയാണെങ്കിൽ ഇതൊരു ലാർജ് സ്ക്വയർ, ഇത് രണ്ടാമത്തെ ലാർജ് സ്ക്വയർ. ഇനി ഇത് രണ്ടാമത്തെ മൂന്നാമത്തെയും കൂടെ ബോക്സ് എടുത്ത് കഴിയുമ്പോൾ അതൊരു ലാർജ് സ്ക്വയർ, ഇങ്ങനെ വരും. അങ്ങനെ ടോട്ടൽ 3 ലാർജ് സ്ക്വയേഴ്സ് ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോന്നിലും എത്ര സ്ക്വയേഴ്സ് വീതം വരുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 സ്ക്വയേഴ്സേ ഉള്ളൂ. ഇവിടെ 4 ചെറുതും 1 വലുതും, അപ്പൊ 5 സ്ക്വയേഴ്സ്. ഇവിടെ 6 ചെറുതും 2 വലുതും, 8 സ്ക്വയേഴ്സ്. ഇവിടെ 11 സ്ക്വയേഴ്സ്. ഇനി ഇവിടെ ലാസ്റ്റ് പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ തുടർന്ന് വന്നിരിക്കുന്ന ഈ ശ്രേണികൾ, ഈ സീക്വൻസുകളൊക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെയിം നമ്പറാണ് ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ 2ന്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്? 2 ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്. 4ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. 6ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. അല്ലെ സെയിം നമ്പറാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി ഇവിടെ നോക്കിയാൽ 0ൽ നിന്ന് 1ൽ എത്താൻ വേണ്ടി 1 ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി 1ന്റെ കൂടെ 2ൽ എത്താൻ വേണ്ടിയിട്ടും 1 ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. 2ൽ നിന്ന് 3 എത്താനും 1 ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. സെയിം നമ്പറാണ്, കോമൺ ഡിഫറൻസ് 1 ആണ്. അതുകൊണ്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി മൂന്നാമത്തെ നമ്പർ സീക്വൻസ് നോക്കാം. 2ൽ നിന്ന് 5 എത്താൻ വേണ്ടിയിട്ട് 3 ആഡ് ചെയ്തിരിക്കുന്നു. 5ൽ നിന്ന് 8 എത്താൻ വേണ്ടിയിട്ട് 3 ആഡ് ചെയ്തിരിക്കുന്നു. 8ൽ നിന്ന് 11 എത്താൻ വേണ്ടിയിട്ട് 3 ആഡ് ചെയ്ത് പോയിരിക്കുന്നു. ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണ്. അതുകൊണ്ട് ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർസ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദ ലൈൻസ് ഓഫ് ദ പെർപെൻഡിക്കുലർസ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഞാൻ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഈക്വലി സ്പേസ്ഡ് ആയിട്ട് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട്. റെഡ് കളറിലാണ് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. ഓരോ പെർപെൻഡിക്കുലറിന്റെയും ടോപ്പിൽ നിന്ന് അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. അതാണ് ഇവിടെ ഞാൻ ബ്ലാക്ക് കളറിൽ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ഹൈറ്റുകളുടെ സീക്വൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. ആ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഹൈറ്റ്, അതായത് സ്മോളസ്റ്റ് പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് ഒരു യൂണിറ്റ് എന്ന് എടുത്താൽ അടുത്തതിന്റെ ഹൈറ്റ് 2 യൂണിറ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഹൈറ്റ് 1 യൂണിറ്റ്,
രണ്ടാമത്തെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അപ്പോൾ 2 യൂണിറ്റ്. മൂന്നാമത്തത് 3 പാർട്ടുണ്ട്, അപ്പോൾ 3 യൂണിറ്റ്സ്. നാലാമത്തെ 4 യൂണിറ്റ്സ്, പിന്നെ 5 യൂണിറ്റ്സ്, എക്സെട്ര. ഇനി ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ നമുക്ക് നോക്കണം. ഇപ്പോൾ ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡിൽ നിന്ന് തേർഡിൽ എത്താനായിട്ട് വീണ്ടും 1 ആഡ് ചെയ്തിരിക്കുന്നു. തേർഡിൽ നിന്ന് ഫോർത്ത് എത്താൻ വീണ്ടും 1 ആഡ് ചെയ്തിരിക്കുന്നു. ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് എത്താൻ വേണ്ടി വീണ്ടും 1 ആഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, കാരണം ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.